സുന്ദരനെ, അതിശയമേ, മനോഹരനെ, എൻ പ്രിയനെ, പതിനായിരങ്ങളിൽ അതിസുന്ദരനെ. ശരിക്കും നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യത്തെയും കർത്താവിൻ്റെ സ്നേഹത്തെയും എത്ര വർണ്ണിച്ചാലും പ്രകീർത്തിച്ചാലും പാടിയാലും പ്രശംസിച്ചാലും അത് അവസാനിക്കുന്നതല്ല, അത് തീരുന്നതുമല്ല. ഞാൻ ഈ ഗാനത്തിൻ്റെ വരികൾ പാടുന്നതായ സമയത്ത് ശരിക്കും എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ വരികളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തിന് ഇങ്ങനെ ഒരു വെയ്റ്റ്ലെസ്സായി ഒരു പട്ടം പറക്കുന്ന പോലെ, ഒരു അപ്പൂപ്പൻ താടി ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് നമ്മളായി കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും. നമ്മളെല്ലാം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാരങ്ങളെല്ലാം മാറി നമ്മളങ്ങ് ഫ്രീ ആകും. ഹല്ലേലൂയ. കാരണം ദൈവസ്നേഹത്തിന് മാത്രമേ, കർത്താവിനോടുള്ള ആ ബന്ധത്തിന് മാത്രമേ സകല പ്രതിസന്ധികളിൽ നിന്നും നമ്മെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങേ കാണണം, ആ സ്നേഹത്തിൽ മുങ്ങണം, ഇത് തന്നെയാണ് എൻ്റെ ആശ. ഇപ്പൊ നമ്മൾ പാടിയ വരികൾ അങ്ങനെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ, ഒരു ദൈവ മകനോട്, ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കേണ്ടത്. ഒന്ന്, കർത്താവ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിനകത്ത് എനിക്ക് സോക്കിയപ്പെടണം, മുങ്ങണം, ആ സ്നേഹത്തിൽ എനിക്ക് കുതിരപ്പെടണം. രണ്ട്, അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ, അങ്ങ് മടങ്ങി വരുമ്പോൾ അങ്ങ് എനിക്ക് കാണാൻ കഴിയണം. ഇതിനെല്ലാം കാരണമായി തീരുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെയാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. കാണുവീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. കാണുവിൻ എഴുതിയിരിക്കുന്നത്, നോക്കുവിൻ. ഹല്ലേലൂയ. ഹൗ ഗ്രേറ്റ് എന്ന ഇംഗ്ലീഷിൽ, സീ ഹൗ ഗ്രേറ്റ് എ ലവ് ദ ഫാദർ. എത്ര വലിയ സ്നേഹം! അതിനകത്ത് നമുക്കൊരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പൗലോസ് പറയുന്നത് ആ സ്നേഹത്തിന്റെ ആഴം, അതിൻ്റെ ഉയരം, അതിൻ്റെ വീതി, അതിൻ്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു ഫ്ലൈറ്റ്, ഒരു വിമാനം എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നതെന്നുള്ളത് ആ വിമാനത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കും സ്ക്രീനിനകത്ത്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർ അവർ എത്ര ഹൈറ്റിൽ പോയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷി ഈ ഭൂമിയിൽ പറക്കുമ്പോൾ അത് എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നതെന്നറിയാൻ അതിനകത്ത് പ്രത്യേക മിഷൻസ് ഒക്കെ ഘടിപ്പിച്ച് പക്ഷികളെ പറത്തി അത് കണ്ടുപിടിക്കുന്നവരുണ്ട്. അങ്ങനെ കടലിന് എത്ര ആഴമുണ്ട്, എവറസ്റ്റിന് എത്ര ഉയരമുണ്ട്, ഒരു ഫ്ലൈറ്റ് എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നത്, ഇതിനെല്ലാം മെഷർ ചെയ്യാൻ കഴിയുന്നതാണ്. ലോകത്തിലെ കാണുന്ന വലിയ ബിൽഡിങ്ങുകൾ, ദുബായിൽ കാണുന്ന ബുർജ് ഖലീഫ പോലത്തെ ബിൽഡിങ്ങുകൾ, അതിനെത്ര ഉയരമുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മെഷർമെന്റ് എടുക്കാൻ പറ്റാത്തത്, അളക്കാൻ കഴിയാത്തത്, അളവെടുക്കാൻ പറ്റാത്തത്, അങ്ങനെ ഒരു മെഷർമെന്റ് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഇറങ്ങിയവർക്ക് മാത്രമേ, ആ സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ ആ സ്നേഹത്തിന്റെ ലഹരി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ചെറുപ്പക്കാര്, എന്നെ കാണുന്ന യുവ സഹോദരന്മാര്, സഹോദരിമാര്, ഒത്തിരി പേര് ഈ ലോകത്തിന്റെ പല ലഹരികൾക്കും അടിമപ്പെട്ടു പോകുമ്പോൾ ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ അനുഭവിച്ച ഏറ്റവും വലിയ ലഹരിയാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിന്റെ ലഹരിക്കകത്ത്, ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ഇറങ്ങിയാൽ ഒരിക്കലും ഈ ലോകത്തിലെ ഒന്നിനും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഒരു മനുഷ്യർക്കും തരാൻ പറ്റത്തില്ല ആ സ്നേഹം. ഒരു ഭർത്താവിനും, ഒരു ഭാര്യയ്ക്കും, ഒരു സുഹൃത്തുക്കൾക്കും, ഈ ലോകത്തിലെ ആർക്കും നമുക്ക് നൽകി തരാൻ പറ്റാത്ത സ്നേഹമാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. കാരണം നമുക്ക് വേണ്ടി ജീവനെ തന്നതാ ആ സ്നേഹം. അവസാനത്തുള്ളി രക്തം നൽകിയതാ ആ സ്നേഹം. നമുക്ക് വേണ്ടി സകലതും നൽകിയതാ ആ സ്നേഹം. അതുകൊണ്ട് കർത്താവെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് 2 ആഗ്രഹമേ ഉള്ളൂ. ഒന്ന്,
അങ്ങയുടെ സ്നേഹത്തിൽ എനിക്ക് സൗഖ്യപ്പെടണം, മുങ്ങണം, ആ സ്നേഹത്തിൽ കുതിരപ്പെടണം. 2, ഈ ഭൂമിയിൽ അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസ്തയോടെ ജീവിച്ച് അവിടുത്തെ വരവിൽ അങ്ങേ എനിക്ക് കാണാൻ കഴിയണം. അങ്ങേ കാണണം, ആ സ്നേഹത്തിൽ മുങ്ങണം. ഇത് തന്നെയാ എൻ്റെ ആശ.